ഞാൻ പറയുന്ന സെയിം ഡേറ്റ് തന്നെ എനിക്ക് അസൈൻമെന്റ് കിട്ടിയിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ആരും വെക്കാൻ നിൽക്കണ്ട. അതിനുശേഷം സ്റ്റാഫ് റൂമിന്റെ പരിസരത്ത് ഒരു പിള്ളേരെ കണ്ടുപോയേക്കരുത്. ടീച്ചറെ, കീർത്തി ബാബുവിനെ വിളിക്കുന്നു. കീർത്തി ബാബു സ്റ്റാഫ് റൂമിൽ വിളിക്കുന്നു, ചെല്ല്. എന്നെ അമ്മ എന്നെ കൊണ്ടുപോകുന്നതാണോ? അല്ല, ഞാൻ ഇവിടെ ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടി വന്നല്ലേ. അതിന് പേരൻസ് മീറ്റിംഗ് ഒന്നും അല്ലല്ലോ. പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ പാടുള്ളൂ. നിന്റെ പഠിത്തത്തിന്റെ നിലവാരമൊക്കെ എന്തുണ്ടെന്ന് എനിക്ക് ഓരോരുത്തരോട് ചോദിക്കണം. ഇവിടെ ടീച്ചേഴ്സ് ഒന്നുമില്ല, എല്ലാരും ട്രെയിനിങ്ങിന് പോയിക്കുവാ. കുഴപ്പമില്ല, ഉള്ളവര് മതി. ബാ. പാണി പാളി. She doesn't have the basics of English grammar. അല്ല, ഇവനാലത്ത് നമ്മുടെ നാട്ടിലെ പിള്ളേരാണ് ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നു. വിദേശത്ത് പോയിട്ട് എങ്ങനെ സായിപ്പിനോട് ആംഗ്യ ഭാഷ കാണിക്കും? അല്ല, നേഴ്സിംഗ് അല്ലേ നോക്കുന്നേ? അതെ സാറേ, അതെ സാറേ. ഇവളെ വിട്ടിട്ട് വേണം ഞങ്ങളുടെ കുടുംബം ഒന്ന് കരകയറാനായിട്ട്. ഇവളില്ല എല്ലാ പ്രതീക്ഷയും. കീർത്തിയുടെ അമ്മ, ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു പ്രോസസ് അല്ല. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കാം. സാറേ, ഞാൻ 10ാം ക്ലാസ്, എനിക്ക് അതിനുള്ള ഇതൊന്നും. അല്ല എങ്കിൽ നമുക്കത് എന്തെങ്കിലും വായിക്കാം. ന്യൂസ് പേപ്പർ വായിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസ് കാണാം. ഏതൊക്കെ സീരീസ് കാണാറുണ്ട് ഇപ്പോൾ? ഞങ്ങൾ കാണുന്നത് കുടുംബവിളക്ക്, അമ്മ അറിയാതെ, സ്വാന്തനം, പിന്നെ മഞ്ഞിൽ വിരിഞ്ഞു പോ. നിനക്ക് ഇഷ്ടമുള്ള സീരീസ് ഏതായിരുന്നടി? അനുരാഗ ഗാനം പോലെ. നിന്നെ ഞാൻ കുറ്റം പറയില്ല കുട്ടി. അലച്ചലച്ച സൗണ്ട് ഇല്ല. ഞാനിവക്ക് ഹിസ്റ്ററിയും ജോഗ്രഫിയും എടുക്കുന്നേ. എന്നാ ടെസ്റ്റിലെ ഏതെങ്കിലും ഒരു ചരിത്രപരമായ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് അങ്ങ് തൂണ് പോലെ നിൽക്കുവല്ലാണ്ട് അവളുടെ വായിക്കകത്ത് നാവുണ്ടോന്ന് അറിയത്തില്ല. എന്നാ ഞാൻ ക്ലാസ്സും കഴിഞ്ഞ് അങ്ങ് സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ ഇവളുടെ അലപ്പ് ഞാൻ അങ്ങ് അവിടെ ഇരുന്ന് കേൾക്കും, കണ്ടവരുടെ ചരിത്രം പറയുന്നത്. ഞാൻ ക്ലാസ്സിൽ തൊണ്ട കീറി ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഇവളുടെ അപ്പുറവും ഇപ്പുറവും ഉള്ളവർ അങ്ങ് ചിരിയാ. ഇവളെ നോക്കുമ്പോഴാ ഈ ഫ്രണ്ട്സിലെ ചേരാമിരിക്കുന്ന പോലെ ഇങ്ങനെ ഒറ്റ ഇരിപ്പാ. എന്നതാ ഇവള് ചിരിപ്പിച്ചിട്ട് ഇവള് മിണ്ടാതിരിക്കുന്ന വർത്തമാനം പറച്ചില് കാരണം ഞാൻ പിന്നെ പിടിച്ച് ക്ലാസ് റൂമിന്റെ പുറത്ത് നിർത്തും. അപ്പൊ എന്നാ അപ്പറെ നിന്നോണ്ട് വേറെ ക്ലാസ്സിലുള്ള പിള്ളേരെ കയ്യും കലാശവും കാണിക്കും. ഞാൻ എന്നതാ ചെയ്യണ്ടേ? എന്റെ പൊന്നു ടീച്ചറെ, വീട്ടിലും ഭയങ്കര സംസാരം. കാന്താരിയാ നാവ്. എന്റെ കാന്താരിനെയൊക്കെ ഞാനിവിടെ പറിച്ചോണാക്കിക്കോളാം. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് അതെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. ഞാൻ കഷ്ടപ്പെട്ട് ഓരോന്ന് ബോർഡിൽ കണക്ക് എഴുതുമ്പോഴത്തേക്കിനും ഇവളുമാര് പുറകിലിരുന്ന് വേറെ എന്തോ കണക്ക് കൂട്ടല. എന്നതാ ടൂറിന് പോണം, ബസന കൂടി വഴി ഊട്ടിക്ക്. ക്ലാസ്സിലെ എല്ലാരെയും ഇവളങ്ങ് ഇളക്കുക. എന്നാത്തിനാ എല്ലാരും ഒരേപോലെ ടാറ്റു കൂത്തണോന്ന്? മനുഷ്യന്മാരാരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? പിന്നെ ടീച്ചറിന്റെ കയ്യിൽ പിന്നെ കാക്ക തൂറിയിരിക്കുവാണ്. എന്താണ് പ്രത്യേകിച്ച് ഇറങ്ങാനുള്ള ഒരു കാര്യം? ഒന്നുമില്ല, ഇവളുടെ അച്ഛൻ അങ്ങ് വെളിയിലാണ്. അപ്പോ പുള്ളിക്കാരൻ ഭയങ്കര ടെൻഷനാ. ഇവളെങ്ങനെ പഠിക്കുന്നുണ്ടോ, നീ ഒന്ന് പോയി അന്വേഷിക്കുന്നൊക്കെ പറ. അങ്ങനെ ഒരു ദിവസം ഇറങ്ങിയെന്നേ ഉള്ളൂ. എന്തിനാണ് ഇവളെ കുറിച്ച് ആവശ്യമില്ലാത്ത ടെൻഷൻ? അവള് പഠിച്ചോളും. നമ്മളിങ്ങനെ ഓവറായിട്ട് ടെൻഷൻ ആക്കേണ്ട കാര്യമില്ല. അവള് പഠിക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ശ്രദ്ധക്കുറവുണ്ട്. അതിപ്പോ വീട്ടിലൂടെയൊക്കെ ശ്രദ്ധിക്കാവുന്ന കാര്യം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഈ എഴുത്താ. എന്ത് ചോദിച്ചാലും എഴുതാനേ ഉള്ള അമ്മ എന്നങ്ങ് പറയുവേ. അപ്പൊ ഞാൻ ചോദിക്കാൻ, എഴുതണ കൂട്ടത്തിൽ അതങ്ങ് വായിക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും കയറുമല്ലോ. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തില്ല. ഞാൻ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടേ. പക്ഷെ ഇവക്ക് ഒരു ബുദ്ധിമുട്ടും ഞാൻ വീട്ടിൽ വരുത്തിയിട്ടില്ല. മറ്റേത് ടീച്ചേഴ്സിനേക്കാളും എനിക്ക് അവളെ നല്ലതുപോലെ അറിയാലോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ അവളുടെ ക്ലാസ് ടീച്ചർ അല്ലേ. ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട കേട്ടോ കീർത്തിയേ. ശരിയാ. കണ്ട ടീച്ചർ എന്നെ പറ്റി പറഞ്ഞു കേട്ടോ. പിന്നെ ടീച്ചറെ കണ്ടാലറിയ ഒരു പാവ. നിന്റെ ഈ കള്ളത്ര ഒന്നും ടീച്ചറിന് അറിയാൻ മേലാത്ത. നമ്മളല്ലെങ്കിൽ നമ്മളല്ലത്. കീർത്തനയുടെ അമ്മയല്ലേ? അതെ. ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു. ഇവളെപ്പോഴാ സ്കൂള് വിട്ട് വീട്ടിൽ വരുന്നേ? ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോ എത്തും. ഞാനേ ഇവര് ഈ സ്കൂള് വിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. എത്ര ബസ്സുകൾ ഇങ്ങനെ മാറി 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 പോവെന്നറിയാവോ? കേറത്തില്ല, അവിടെ അങ്ങ് നിൽക്കും. അമ്മ അത് മെഡിക്കൽ കോളേജിൽ കൂടെ ചുറ്റി പോകുന്ന ബസ്സാമേ. അതുകൊണ്ടായിരിക്കും. കീർത്തനയുടെ അമ്മേ, നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞിട്ട് വന്നതല്ലേ, എന്നാ ഉദ്ദേശം എന്നൊക്കെ അറിയത്തില്ലേ?
ഈ കൂട്ടം കൂടി അങ്ങ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, സംസാരം, പെണ്ണുങ്ങളും അയ്യോ പറയണ്ട, തൊലി ഉരിഞ്ഞു പോകും. ഒന്നാമത്തെ സ്കൂളിന്റെ യൂണിഫോം ഒക്കെ ഇട്ട് നോക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കത്തില്ലേ? സ്കൂളിലും കൂടെ അല്ല നാണക്കേട്. ടീച്ചർ ഏത് സബ്ജക്റ്റാ എടുക്കുന്നേ? അയ്യോ ഞാൻ കീർത്തിയെ പഠിപ്പിക്കുന്നൊന്നുമില്ല, ഞാൻ 5ാം ക്ലാസ്സിലെ ടീച്ചറാ. പിന്നെ കണ്ടപ്പോ നമുക്കിങ്ങനെ പറയാതിരിക്കാൻ പറ്റിയല്ലോ, ഞാൻ നോക്കിയിരിക്കുവായിരുന്നു ഈ പാരന്റ്സിനെയൊക്കെ. ഈ പെൺകുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ, ഏത് വഴിപഴച്ചു പോകരുതല്ലോ. വാ. ആടി ആടി വരുന്നുണ്ട്. ഇത്രയും നമുക്ക് കേട്ടത് പോരാ. ഡി ഇന്നത്തോടുകൂടി എൻ്റെ പഠനത്തിനൊരു തീരുമാനമാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതൊന്നും അല്ല സംഭവിച്ചത്. എന്നെ കൊച്ചെ നോക്കിയിരിക്കുന്നേ? പപ്സ് വല്ലതും വേണോ? വേണ്ട, എന്നാ കുടിക്ക്. കൊച്ചേ, നീ ഇപ്പൊ ഈ കടന്നു പോകുന്ന കാലഘട്ടം ഉണ്ടല്ലോ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി ദിവസങ്ങളാണ്. അത് നീ മാക്സിമം എൻജോയ് ചെയ്തോ. പക്ഷെ പഠിത്തം ഉഴപ്പരുത്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പുറകോട്ട് നോക്കുമ്പോഴേ എനിക്ക് ഒരു ചാൻസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിക്കാൻ ഇടവരുത്തരുത്. ഇതാണ് എൻ്റെ അമ്മ. അമ്മ 2 വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ സെൻഡി ഡയലോഗ് ഒക്കെ അടിച്ച് മനുഷ്യനെ ചങ്കി കുത്തി. ഞാൻ ചിലപ്പോൾ നന്നായി പോകും കേട്ടോ. നിങ്ങളുടെ അമ്മ എങ്ങനെയായിരുന്നെന്ന് കമന്റ് ചെയ്യണേ.